Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമദ്യം പ്രധാന വാർത്തകൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടി ഹൃദയപൂർവ്വം വാർഷിക നിറവിൽ. 1ാം വാർഷികത്തിൽ ഭക്ഷണ വിതരണം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാലിന്റെ പോഷകപ്പെരുമ വിളിച്ചോതി ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ. പീരിക്കാംതടത്ത് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പരിപാടി ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം ചെറുക്കണമെന്ന് SFI മാടായി ഏരിയ സമ്മേളനം. പുറച്ചേരിയിൽ നടന്ന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം രാഘവപുരം ഹനുമാരമ്പലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മഹോത്സവം ഈ മാസം 10 വരെ. വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും നടക്കും. ആദ്യ ദിനം സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയായ ഹൃദയപൂർവ്വം 1 വർഷം പൂർത്തിയാക്കി. 1ാം വാർഷികത്തിൽ നടന്ന ഭക്ഷണ വിതരണം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യം 1 വർഷം മുൻപാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയായ ഹൃദയപൂർവ്വം ആരംഭിച്ചത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വിജയകരമായി നടപ്പിലാക്കിയ പരിപാടി പരിയാരത്ത് കൂടി ആരംഭിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ. പരിയാരത്തെ ഉച്ചഭക്ഷണ വിതരണ പരിപാടിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭക്ഷണ വിതരണം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ 2 വശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ അന്നം. 2, ഈ അന്നം നൽകാൻ വേണ്ടി വിവിധ വീടുകളിൽ നിന്ന് ഭക്ഷണപ്പൊതി മനസ്സോടെ നൽകുന്ന നിരവധി കുടുംബങ്ങൾ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി, CPM നേതാക്കളായ K പത്മനാഭൻ, V വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ദിവസം പോലും മുടങ്ങാതെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉച്ചഭക്ഷണം എത്തിച്ചു. ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ, മാടായി, പെരിങ്ങോം, തളിപ്പറമ്പ, ആലക്കോട്, ശ്രീകണ്ഠാപുരം, പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റികൾക്കാണ് പരിയാരത്തെ ഉച്ചഭക്ഷണ വിതരണത്തിൻ്റെ ചുമതല. ശരാശരി 1000-ഓളം ഭക്ഷണപ്പൊതികളാണ് ഓരോ ദിവസവും വിതരണം ചെയ്യുന്നത്. പൊതുവിലൊരു മെസ്സേജ് കൊടുക്കുന്നത്, പരസ്പരം നേരത്തെ അറിയുകയോ പരിചയമോ ഇല്ലാത്ത ആളുകൾ തമ്മിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പേരിൽ അവരെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ, ജാതിയും അതൊക്കെ പറഞ്ഞ ആളുകളെ ഭിന്നിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരു മെസ്സേജായിട്ട് കൂടിയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർ വർഷങ്ങളിലും പരിയാരത്തും കണ്ണൂർ ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം സമാനമായ നിലയിൽ ഉച്ചഭക്ഷണം കൊടുക്കണം എന്ന ആഗ്രഹം തന്നെയാണ് ഡിവൈഎഫ്ഐക്കുള്ളത്. 1 വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി പായസ വിതരണവും ഉണ്ടായിരുന്നു. ജാതി, മത, കക്ഷിരാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ വീടുകളിൽ നിന്ന് പൊതിച്ചോറുകൾ ശേഖരിച്ച് ആവശ്യക്കാർക്കെത്തിക്കാനായതിൻ്റെ സംതൃപ്തിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തം. പാലിന്റെ പോഷകപ്പെരുമ വിളിച്ചോതി ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. പീരിക്കാംതടത്ത് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. റൺ ഫോർ മിൽക്ക്, റൺ ഫോർ ഹെൽത്ത് എന്ന ക്ഷീര മാരത്തോണിൽ 4 വിഭാഗങ്ങളിലായി 60 അത്ലറ്റുകൾ അണിനിരന്നു.
പാലും പാലുൽപ്പന്നങ്ങളും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഗുണനിലവാരം ഉറപ്പുവരുത്താനും പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. പാൽ ഗുണമേന്മ ഉറപ്പാക്കിയ സഹകരണ ക്ഷീരമേഖലയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതും മാരത്തോണിന്റെ ലക്ഷ്യമായിരുന്നു. സീനിയർ പുരുഷ വിഭാഗത്തിൽ ആൽഫി വിമിത്ത് ഒന്നാമതായും മുത്തുരാജ് രണ്ടാമതായും സെബാൻ മാത്യു മൂന്നാമതായും ഫിനിഷ് ചെയ്തു. സീനിയർ വനിതാ വിഭാഗത്തിൽ വി ആദിത്യ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ MV അഞ്ജിത, വി ശോഭന എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഋഷിക ഒന്നാം സ്ഥാനത്തെത്തി. കൃഷ്ണപ്രിയ 2ാം സ്ഥാനത്തും ശ്രീയ 3ാം സ്ഥാനത്തും എത്തി. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ VM സിദ്ധാർത്ഥ് 1ാം സ്ഥാനം നേടിയപ്പോൾ വിവേക് ശിവാനന്ദ് 2ാം സ്ഥാനവും അഭിനവ് കൃഷ്ണ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. തീർച്ചയായും ക്ഷീര സംഗമത്തിന്റെ മുന്നോടിയായി നടക്കുന്ന നിരവധിയായ അനുബന്ധ പരിപാടികളിൽ വളരെ മികച്ചതായി തന്നെ രാവിലെ ഇവിടെ നടന്നു കഴിഞ്ഞു. നിരക്കാന്തളത്തു നിന്നും കൊണ്ടൂരിൽ പോയി തിരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ഇതിനകത്ത് പങ്കെടുത്ത് വിജയികളായ പങ്കെടുത്തവരെയെല്ലാം അഭിവാദ്യം ചെയ്യുകയാണ്. ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഓഫീസർ O സജിനി, സംഘാടക സമിതി ചെയർമാൻ KC തമ്പാൻ മാസ്റ്റർ, രാജീവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം ചെറുക്കണമെന്ന് SFI മാടായി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം പുറച്ചേരി UP സ്കൂളിലെ ധീരജ് നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്തു. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം ചെറുക്കണമെന്ന് SFI മാടായി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പുറച്ചേരി UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ധീരജ് നഗറിൽ നടന്ന സമ്മേളനം SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്തു. അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം പത്രം വായിച്ച ആളുകൾക്കറിയാം, ലോകത്തെ ശാസ്ത്ര നേട്ടങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കുന്ന ഒരു കണ്ടുപിടുത്തം നടത്തപ്പെട്ടിരിക്കുകയാണ്. ആരാണ് നടത്തിയിരിക്കുന്നത്? എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ന്യൂറാലിങ്ക്. എന്ത് കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്? നാം മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു? OV അശ്വതി അനുശോചന പ്രമേയവും T ഹരിത് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് CV വിഷ്ണുപ്രസാദ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി PV അമലേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് സിബിൻ സഹജൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ T ആശിഷ്, സ്വാതി പ്രദീപൻ, ജില്ലാ കമ്മിറ്റി അംഗം അതുൽ മൊറാഴ എന്നിവർ സംബന്ധിച്ചു. M അനിൽകുമാർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം രാഘവപുരം ഹനുമാരമ്പലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം M വിജയനബലെ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കുന്ന ചെറുതാഴം രാഘവപുരം ഹനുമാരമ്പലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കരുമാരത്ത് ഇല്ലത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയുയർത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 1962 വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മറ്റവരെല്ലാം ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഘട്ടഘട്ടമായി അത് വിപുലപ്പെടുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞ ഗൗലാന്തർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ കമ്മിറ്റിയുടെ കയ്യിൽ എത്തി നിൽക്കുമ്പോഴേക്കും വലിയ മാറ്റത്തിലേക്ക് ഒരുപക്ഷെ ഞാനിവിടെ വന്നതോട് ചോദിച്ചു, വളരെ മനോഹരമായിട്ടുള്ള ഒരു പന്തൽ. അപ്പോൾ അവർ തന്നെ പറഞ്ഞതിന് ചുറ്റിലും ആ പന്തൽ വരികയും ഏതായാലും ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ഘട്ടം ഘട്ടമായി K നാരായണൻകുട്ടി അധ്യക്ഷനായി. KV ഗോകുലാനന്ദൻ, PP അംബുജാക്ഷൻ, K ഉണ്ണികൃഷ്ണൻ, CM വേണുഗോപാലൻ നമ്പ്യാർ, K രാമചന്ദ്രൻ, VV ജനാർദ്ദനൻ, ദീപാചന്ദ്രൻ, പത്മനാഭൻ പുതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളിയും ചരടുകുത്തിക്കോൽക്കളിയും അരങ്ങേറി. ഫെബ്രുവരി 10 രാവിലെ ആറാട്ടുചിറയിൽ ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും ഉണ്ടാകും.
നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. BJP RSS ബന്ധം ഉപേക്ഷിച്ച് CPIഎമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മൊത്തങ്ങ ധനേഷിന് CPM മാടായി ഏരിയ കമ്മിറ്റി സ്വീകരണം നൽകി. എരിപുരത്ത് നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി M. V. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. BJP RSS ബന്ധം ഉപേക്ഷിച്ച് CPഎമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച മൊത്തങ്ങ ധനേഷിന് CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കി. എരിപുരം പാർട്ടി ഓഫീസിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ സെക്രട്ടറി M. V. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ധനേഷിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ധനേഷിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ധനേഷും നമ്മളും അതീവ ഗൗരവമായ ഒരു സാഹചര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ധനേഷ് RSSന്റെ 3 തവണ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം നേടിയതിനു ശേഷം കായുവാറ് വരെയായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. O. V. നാരായണൻ അധ്യക്ഷനായി. M. വിജിൻ MLA, TV. രാജേഷ്, V. വിനോദ്, K. പത്മനാഭൻ, R. അജിത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന് ആവശ്യമായ വല്ലപ്പായവും കഴുകപ്പായും പൈതലേൻ തറവാട്ടുകാർ നെയ്തെടുത്തു തുടങ്ങി. കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് വല്ലപ്പായവും കഴുകപ്പായകളും നൽകാനുള്ള അവകാശം പൈതലേൻ തറവാട്ടുകാർക്കാണ്. കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിനാവശ്യമായ വല്ലപ്പായയും കഴകപ്പായയും പൈതലേൻ തറവാട്ടുകാർ നെയ്തെടുത്തു തുടങ്ങി. പെരുങ്കളിയാട്ടത്തിന് വല്ലപ്പായയും കഴകപ്പായകളും നൽകാനുള്ള അവകാശം പൈതലേൻ തറവാട്ടുകാർക്കാണ്. ഈ തറവാട്ടുകാർ പല ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. ഇവരെല്ലാം അവരുടെ ആരാധനാലയമായ ടെമ്പിൾ റോഡിലെ വിളക്കാട്ട് ചേരിക്കൽ അറയിൽ ഭഗവതി ആരൂഢസ്ഥാനത്ത് എത്തിയാണ് പായ നെയ്യുന്നത്. ഒത്തൊരുമയോടുകൂടെ യോജിച്ച് ഓല മുറിച്ച് ഓലര നടുക്കുള്ള മുള്ള് കളഞ്ഞ് 12 ദിവസത്തെ ഉണക്കം, അത് കഴിഞ്ഞ് 13-ാം ദിവസം വാരി തണലിനിട്ട് 2 സൈഡ് മുള്ളെടുത്ത് അത് തെരയാക്കി കീറി ചെറിയ പൊളിയോലയാക്കി ഈ പായ് മടയാനുള്ളത് ഞങ്ങളെ ചെറുപ്പകാലം മുതലുള്ള തൊഴിലാണ്. ഈ തൊഴിൽ ഞങ്ങൾക്ക് നിർത്തി വെക്കാനാവില്ല. എന്നാലും വരും തലമുറക്ക് ചെറിയ കുട്ടികൾക്കായാലും ഞങ്ങളത് പറഞ്ഞു കൊടുത്തും കാണിച്ചു കൊടുത്തും ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു തറവാടാണ് പൈതലേൻ തറവാട്. 5.5 മീറ്റർ നീളവും 2.25 മീറ്റർ വീതിയുമുള്ള 4 വല്ലപ്പായയും 150 കഴകപ്പായയും മറ്റ് പായകളും നിർമ്മിക്കുന്നു. ആവശ്യമായ കൈതോല തറവാട്ടിലെ പുരുഷന്മാരാണ് ഇവർക്ക് എത്തിച്ചു കൊടുത്തത്. ചോറ് സൂക്ഷിക്കുന്ന വല്ലത്തിൽ വിരിക്കാനാണ് വല്ലപ്പായ. പൂർവികന്മാരായി ഈ വല്ലപ്പായയും കുട്ടിപ്പായയും സമർപ്പിക്കുന്ന ഒരു രീതി അവിടെയുണ്ട്. അത് പ്രകാരം നമ്മളും 28 വർഷത്തിന് ശേഷം ഇപ്പം കളിയാട്ടം നടക്കുന്ന കാപ്പാട്ട് ഘടകത്തിലേക്ക് വേണ്ട കുട്ടിപ്പായും വല്ലപ്പായും നിർമ്മിച്ച് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. 23-ന് ഘോഷയാത്രയായി ചെന്ന് പായകൾ കാപ്പാട്ട് ഘടകത്തിൽ സമർപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നു. യാത്രക്കാർക്കിരിക്കാവുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ചീമേനി ടൗണിലെ ദീർഘനാളായുള്ള സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയായിരുന്നു ഇതുവരെയുള്ള പ്രധാന പ്രശ്നം. എന്നാൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് 2.5 ഏക്കർ സ്ഥലം ലഭിച്ചതോടെ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച തടസ്സം മാറിക്കിട്ടുകയായിരുന്നു. ചീമേനി കയ്യൂർ റോഡിന് സമീപത്തായാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ടൗണിൽ പൊതാവൂർ റോഡിൽ നിന്നാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നതോടെ ചീമേനിയുടെ മുഖച്ഛായ തന്നെ മാറും. ജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ സഫലമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. INTUC നിർമ്മാണ തൊഴിലാളി യൂണിയൻ ശില്പശാലയും മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ മീനാക്ഷി ശിവപ്രകാശിനെ ആദരിക്കലും ചെറുകുന്ന് സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് പയ്യട ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ ആദരിക്കുക, അവരുടെ കൂട്ടായ്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം നേടിയ കീഴറയിലെ മീനാക്ഷി ശിവപ്രകാശിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു.
സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് പയ്യട പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഡിവിഷനിലെ ഒരു അംഗത്തിൻ്റെ മകൾ കഠിനമായ പ്രയത്നത്തിലൂടെ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് 2021-22 വർഷത്തെ ബിരുദ പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങി കേരള മുഖ്യമന്ത്രിയുടെ പ്രതിഭ പുരസ്കാരം, അത് ചെറിയ പൈസയല്ല, 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കരസ്ഥമാക്കിയ നമ്മുടെ മീനാക്ഷി ശിവപ്രകാശനാണ്. അവൾക്ക് നമ്മുടെ വക ഒരു ഉപഹാര സമർപ്പണം നടത്തണം എന്നുകൂടിയാണ് ക്ഷേമനിധി ഓഫീസറോട് പറഞ്ഞിട്ടുള്ളത്. ടി.പി. പത്രോസ്, രേണുക രവീന്ദ്രൻ, പ്രജോകുമാർ കീഴറ, പ്രമീള തമ്പാൻ, വി ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന്റെ സമാപനം ടി. എ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ നഗരമധ്യത്തിലൂടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഈ വാഹനത്തിന് ഈ മാസം 7 മുതൽ 10 വരെ നടക്കുന്ന KSTA കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് KSTA പയ്യന്നൂർ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നിരവധി അധ്യാപകരാണ് മാർച്ചിൽ അണിനിരുന്നത്. നൈറ്റ് മാർച്ചിന്റെ ഫ്ളാഗ് ഓഫ് KSTA മുൻ ജില്ലാ സെക്രട്ടറി VP മോഹനൻ നിർവഹിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പരിപാടി ടി. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. PV സുരേന്ദ്രൻ, IC ശ്രീകുമാർ, K ഭരതൻ, KR വിനോദ്, K രമേഷ് ബാബു, M രാജേഷ്, KV ശ്രീലത എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അംഗനവാടി ജീവനക്കാരെ പൂർണ്ണമായും തഴഞ്ഞ കേന്ദ്ര സർക്കാർ ബജറ്റിനെതിരെ പഴയങ്ങാടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അംഗനവാടി ജീവനക്കാരെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രൊജക്ട് തല പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പൊതുയോഗം CITU മാടായി ഏരിയ ജോയിന്റ് സെക്രട്ടറി വരുൺ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതായത് അംഗൻവാടി ജീവനക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും പ്രതിപാദിക്കാതെ അംഗൻവാടി ജീവനക്കാരെ കേവലം അവരുടെ ചികിത്സാ സഹായത്തിന് ആവശ്യമായ ആയുഷ്മാൻ പദ്ധതിയിൽ മാത്രം ഉൾപ്പെടുത്തി അവരെ നിരാശരാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ ചെയ്തത്. K മേബിൾ അധ്യക്ഷയായി. KV ഓമന, M ഗൗരി, VV സഹജ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കോലവുമായാണ് ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തകർ ബജറ്റിന്റെ കോപ്പിയും നിർമ്മലാ സീതാരാമന്റെ കോലവും കത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തപാൽ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന M വേണുഗോപാലിനെ ആദരിച്ചു. ബോയ്സ് കൊക്കോട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ടി. എ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 37 വർഷത്തെ സേവനത്തിന് ശേഷം തപാൽ വകുപ്പിൽ നിന്നും ABP MA ആയി വിരമിക്കുന്ന M വേണുഗോപാലിനെ ബോയ്സ് കൊക്കോട്ട് ആദരിച്ചു. ടി. മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൻ്റെ അതുവരെ ഇല്ലാത്തൊരു തലത്തിലേക്ക് മാറി പോകേണ്ടി വരുന്ന അനുഭവത്തിലൂടെയാണ് പോസ്റ്റ്മാൻ വേണു എന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. CPM കോറം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി M അമ്പു ചടങ്ങിൽ അധ്യക്ഷനായി. C നാരായണൻ, K ലക്ഷ്മണൻ, കാഞ്ചന, V അജേഷ് എന്നിവർ സംസാരിച്ചു. M വേണുഗോപാലൻ മറുപടി പ്രസംഗം നടത്തി. T സന്ദീപ്, P അനീഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്കാർലറ്റ് അക്കാദമിയുടെയും സ്മാർട്ട് അക്കാദമിയുടെയും നേതൃത്വത്തിൽ വരയോളം 2024 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ടി. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കാർലറ്റ് അക്കാദമിയുടെയും സ്മാർട്ട് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വരയോളം 2024 ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ AK കൃഷ്ണ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ടി. മധുസൂദനൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. മികച്ച ചിത്രത്തിനുള്ള ഇരുട്ടൻ പത്മനാഭന്റെ പേരിലുള്ള സ്വർണ്ണ മെഡലും വിജയികൾക്ക് PP ലക്ഷ്മി ടീച്ചറുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു.
നഗരസഭാ കൗൺസിലർ വി ബാലൻ, KKR വെങ്ങര, ഉണ്ണീക്കാനായി, KU രാധാകൃഷ്ണൻ, ഗോവിന്ദൻ കണ്ണപുരം, PK ഭാഗ്യലക്ഷ്മി ടീച്ചർ, MV ബാബുരാജ്, വിനോദ് പയ്യന്നൂർ, തങ്കരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പിണറായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥി PV അദ്വൈത് മികച്ച ചിത്രത്തിനുള്ള ഇരുട്ടൻ പത്മനാഭൻ സ്മരണയ്ക്കുള്ള സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ISRO മുൻ ഡയറക്ടർ ഡോക്ടർ P. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ പയ്യന്നൂരിൽ ഏറെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി രൂപീകൃതമായി കഴിഞ്ഞ് 63 വർഷം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിലാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ISRO മുൻ ഡയറക്ടർ ഡോക്ടർ P. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും ഒരു കലാ സാഹിത്യ രംഗങ്ങളിലുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സോ ഉണ്ടെന്നുള്ളത് കേരളത്തിലുടനീളം അറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ 63 വർഷക്കാലം, 63 എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് U. നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രൊഫസർ PR പുതുവാൾ, A. പ്രഭാകരൻ, NV കൃഷ്ണൻ മാസ്റ്റർ, M. വിമല, PV പ്രകാശൻ, A. അഭിലാഷ്, VP രാജേഷ്, P. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വ്യത്യസ്തങ്ങളായ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. 80 വയസ്സ് കഴിഞ്ഞ ഫൈൻ ആർട്സ് സൊസൈറ്റി അംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ചെറുതാഴം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ചെറുതാഴം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ സ്ത്രീകളാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടു 11, 12, 13 വയസ്സായ കുട്ടികളെ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള കലാപങ്ങളിൽ ആദ്യം പ്രയാസം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്ത്രീകളും കുട്ടികൾ. നമ്മളിപ്പോൾ ജോലി ആവശ്യാർത്ഥം എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. പെൺകുട്ടികളടക്കം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് മുമ്പത്തെ മാതിരിയല്ല. ഏരിയ കമ്മിറ്റി അംഗം ദേവു മാടക്ക അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CP ഗംഗാധരൻ, ET സുകുമാരൻ, R. കുഞ്ഞിക്കണ്ണൻ, K. ജനാർദ്ദനൻ, നിമിഷ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ നടന്നു. മുൻ MLA TV രാജേഷ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ നടന്നു. മുൻ MLA TV രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പാരിസ്ഥിതികമായി വളരെയധികം ആഘാതമുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഭേദഗതി പാർലമെന്റിൽ ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ ഏകപക്ഷീയമായി കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ മറുഭാഗത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം മണലാണ്. നമുക്ക് ആവശ്യത്തിന് മണൽ ലഭിക്കുന്നില്ല. മണലിന്റെ ദൗർലഭ്യമാണ് യഥാർത്ഥത്തിൽ എംസാനിന്റെ പുറകിലേക്ക് നയിച്ചത്. കാരണം കരിങ്കല്ല് പൊട്ടിച്ച് മണലിന് പകരം ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയൊക്കെ അധികം പഴക്കമുള്ളതല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PBCA ജില്ലാ പ്രസിഡന്റ് C. മോഹനൻ അധ്യക്ഷനായി. ഔഷധി ബോർഡ് ഡയറക്ടർ K. പത്മനാഭൻ ക്ഷേമനിധി ആനുകൂല്യ വിതരണം നിർവഹിച്ചു. VK സന്തോഷ് കുമാർ, V. വിനോദ്, അഡ്വക്കേറ്റ് B. അബ്ദുള്ള, M. ശ്രീധരൻ, K. ചന്ദ്രൻ, K. പ്രദീപൻ, T. മനോഹരൻ, PP. രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര സർക്കാർ ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. ചെറുപുഴയിൽ KSKTU വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.
കാർഷിക മേഖലയ്ക്കും കർഷക തൊഴിലാളികൾക്കും സഹായകരമാകുന്ന ഒരു പ്രഖ്യാപനവും നടത്താത്ത കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രതിഷേധിച്ചാണ് KSKTU ചെറുപുഴ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡ് വഴി ടൗൺ ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു. RK പത്മനാഭൻ, PV രാജൻ, M കുഞ്ഞിക്കണ്ണൻ, PK അഗസ്റ്റിൻ, PR വിജയൻ, P സന്തോഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യയിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ മേലെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന, നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ ഉച്ചഭക്ഷണ വിതരണ പരിപാടി ഹൃദയപൂർവ്വം വാർഷിക നിറവിൽ. 1ാം വാർഷികത്തിൽ ഭക്ഷണ വിതരണം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാലിന്റെ പോഷകപ്പെരുമ വിളിച്ചോതി ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി മിനി മാരത്തോൺ. പീരിക്കാംതടത്ത് യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പരിപാടി ജില്ലാ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി. ഗവർണറെ ഉപയോഗിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം ചെറുക്കണമെന്ന് SFI മാടായി ഏരിയ സമ്മേളനം. പുറച്ചേരിയിൽ നടന്ന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം രാഘവപുരം ഹനുമാരമ്പലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മഹോത്സവം ഈ മാസം 10 വരെ. വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും നടക്കും. ആദ്യ ദിനം സാംസ്കാരിക സമ്മേളനം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.